നടൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. രാത്രി 11:50 അദ്ദേഹത്തിന്റെ അന്ത്യം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വൃക്ക, ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയിലായിരുന്നു അദ്ദേഹം. എന്തായാലും ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. മഴനിലാവ്, ഈ യുഗം, മണിയറ, നീലഗിരി, ഗർഭശ്രീമാൻ, സക്രിയയുടെ ഗർഭിണികൾ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തമിഴിലും മലയാളത്തിലുമായി 50-ലധികം ചിത്രങ്ങളാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2011 പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. പൃഥ്വിരാജ് ചിത്രം ജനഗണമനയിലാണ് ഒടുവിൽ വേഷമിട്ടത്. ശംഖുമുഖം, വെളുത്ത കത്രീന, കടമറ്റത്ത് കത്തനാർ, സത്യമേവ ജയതേ തുടങ്ങിയ സീരിയലുകളിലും അദ്ദേഹം വേഷമിട്ടു. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകൻ എന്ന വിലാസത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ബാലചന്ദ്ര മേനോന്റെ പ്രേമഗീതങ്ങളിലൂടെയാണ് ഷാനവാസ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് തന്റേതായ ഒരിടം സിനിമാ ലോകത്ത് അദ്ദേഹം നെയ്തെടുത്തു. 1981 പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങൾ വൻ വിജയമായി. ഇതോടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. 1982 ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിലും അദ്ദേഹം വേഷമിട്ടു. പ്രേം നസീറിന്റെ മകൻ എന്ന മേൽവിലാസം സിനിമയിൽ കാലുറപ്പിക്കുന്നതിന് അദ്ദേഹത്തെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. 1989 പ്രേം നസീർ അന്തരിച്ചിരുന്നു. എന്നാൽ 1991 വരെ ഷാനവാസ് സിനിമയിൽ സജീവമായിരുന്നു. 10 വർഷത്തിനിടെ 80ഓളം സിനിമകൾ അദ്ദേഹം പ്രവർത്തിച്ചു. ഇതിൽ 25 എണ്ണത്തിൽ നായകനായി. ഇവനൊരു സിംഹം എന്ന സിനിമയിൽ പ്രേം നസീറും ഷാനവാസും അച്ഛനും മകനുമായി വേഷമിട്ടു എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു. തുടർന്ന് ചലച്ചിത്ര രംഗം വിട്ട ഷാനവാസ് ദുബായിൽ ബ്ലൂബെൻ ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി നേടി. 12 വർഷത്തോളം സിനിമാ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. 2003 അവധിക്ക് നാട്ടിലെത്തി. അപ്പോൾ കളിയോടം എന്ന സിനിമയിലും ശംഖുപുഷ്പം എന്ന മെഗാ സീരിയലിലും പ്രവർത്തിച്ചു. ഇതോടെ മിനി സ്ക്രീൻ രംഗത്ത് സജീവമായി. കളിപ്പാട്ടങ്ങൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അമ്മത്തൊട്ടിൽ തുടങ്ങി 20-ൽ പരം സീരിയലുകളിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 2009 നമ്മൾ തമ്മിൽ എന്ന സിനിമയിലും അഭിനയിച്ചു. തുടർന്ന് കന്യാകുമാരി എക്സ്പ്രസ്, ചൈന ടൗൺ, വീരപുത്രൻ, ഗോൾഡ്, റെബേക്ക ഉദുപ്, കിഴക്കേമല, സക്രിയയുടെ ഗർഭിണികൾ, ഗർഭശ്രീമാൻ, കുംഭസാരം, കോരിത്തെരിച്ച നാൾ തുടങ്ങിയ സിനിമകളിലും പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യ സമര നായകൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ ജീവിതത്തെ ആസ്പദമാക്കി 2011 PT കുഞ്ഞു മുഹമ്മദ് സംവിധാനം ചെയ്ത വീരപുത്രനിൽ മാതൃഭൂമി സ്ഥാപക പത്രാധിപർ KP കേശവ മേനോന്റെ വേഷമായിട്ടാണ് ഷാനവാസ് അഭിനയിച്ചത്. 2022 പുറത്തിറങ്ങിയ ജനഗണമനയാണ് അവസാന ചിത്രം. 1955 ജനിച്ച ഷാനവാസ് മേയർക്കാട് മോൺസ്ഫോർഡ് ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്. ചെന്നൈയിലെ റോയപ്പേട്ട ന്യൂ കോളേജിൽ MAക്ക് പഠിക്കുമ്പോഴായിരുന്നു ബാലചന്ദ്ര മേനോൻ ഷാനവാസിനെ പ്രേമഗീതങ്ങളിലേക്ക് ക്ഷണിച്ചത്. നസീറിന്റെ പ്രോത്സാഹനവും കൂടി ആയതോടെ അദ്ദേഹം അഭിനയിക്കാൻ സമ്മതിച്ചു. ഒരിക്കൽ സംവിധായകൻ ബാലചന്ദ്ര മേനോൻ പ്രേം നസീറിനെ കാണാനെത്തി. തന്റെ തിരക്കുകളെ പറ്റി പറഞ്ഞ നസീറിനോട് ബാലചന്ദ്ര മേനോൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അങ്ങയുടെ തിരക്കുകൾ എനിക്കറിയാം, പക്ഷെ ഞാൻ വന്നത് അങ്ങയുടെ മകന്റെ ഡേറ്റിനായിട്ടാണ്. പ്രേം നസീർ അപ്പോൾ അമ്പരക്കുകയാണ് ചെയ്തത്. പിന്നീട് ചോദിച്ചു, ഷാനവാസോ മകൻ അഭിനയിക്കുമോ എന്നൊരു ചോദ്യമാണ് പ്രേം നസീർ ആദ്യം മുന്നോട്ട് വെച്ചത്. ഷാനവാസിന്റെ ചലച്ചിത്ര പ്രവേശനം ഇങ്ങനെയാണെന്നാണ് പിൽക്കാലത്ത് ബാലചന്ദ്ര മേനോൻ ഓർത്തെടുത്തത്. പ്രേമഗീതങ്ങളായിരുന്നു ആദ്യ. അച്ഛനും മകനും ആദ്യമായി ഒന്നിച്ച ചിത്രവും വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇവൻ ഒരു സിംഹം എന്ന സിനിമ. ആ ചിത്രത്തിലെ ആദ്യ ഷോട്ട് അച്ഛനോടൊപ്പമാണ് അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആകെ വിവശനായി പോയി എന്നാണ് ഷാനവാസ് ഒരിക്കൽ പ്രതികരിച്ചിരുന്നത്. സംവിധായകൻ സുരേഷിനെ രഹസ്യമായി കണ്ട് അത് പിന്നീട് എടുക്കാമെന്ന് സമ്മതിപ്പിക്കുകയും ചെയ്തു. എന്നാൽ വിവരം പ്രേം നസീറിന്റെ ചെവിയിലെത്തുകയായിരുന്നു. അദ്ദേഹം ഷാനവാസിനെ വിളിച്ചു പറഞ്ഞു, ഡാഡിയും മകനുമൊക്കെ വീട്ടിൽ, ഇവിടെ നീയും നടൻ, ഞാനും നടൻ. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ കഥാപാത്രമാണെന്ന് മാത്രം ധരിക്കുക, അഭിനയിക്കുക, അതാണ് നിന്റെ തൊഴിൽ എന്ന് പറഞ്ഞു. അച്ഛന്റെ ഈ വാക്കുകൾ നൽകിയ ധൈര്യത്തിൽ പിന്നീട് അച്ഛനോടൊപ്പമുള്ള അഭിനയം ഷാനവാസിന് എളുപ്പമുള്ളതായി എന്നാണ് പിന്നീടുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രേമഗീതങ്ങളിൽ അജിത്ത് എന്ന യുവനായകനായിട്ടായിരുന്നു ഷാനവാസിന്റെ അരങ്ങേറ്റം. അംബികയായിരുന്നു നായിക. നീ നിറയൂ, ജീവനിൽ പുളകമായി, സ്വപ്നം വെറുമൊരു സ്വപ്നം, കളകളമൊഴി, പ്രഭാതമായി തുടങ്ങി പ്രേമഗീതങ്ങൾ, ഈ 3 പാട്ടുകൾ ഇന്നും പുതുമ നഷ്ടപ്പെടാതെ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഷാനവാസ് ഒരിക്കൽ പറഞ്ഞിരുന്നു. പ്രേം നസീറിന്റെയും ഭാര്യ ഹബീബ ബീവിയുടെ മകനായി തിരുവനന്തപുരത്തായിരുന്നു ഷാനവാസിന്റെ ജനനം. ചിറയൻകീഴ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മോണ്ട്ഫോർട്ട് സ്കൂൾ, മേയർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ചെന്നൈ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടിയിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമയുടെ അതുല്യ നായകൻ പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. ഒരുപാട് സിനിമകളിലും സീരിയലുകളിലൂടെ ഒക്കെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ വിയോഗം പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയൊരു ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.